ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻമാപ്പ് എന്ന ടൂളിനെ കുറിച്ചാണ്. എൻമാപ്പ് എന്താണ്? എൻമാപ്പ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാപ്പർ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ പബ്ലിക് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസുകൾ, ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ്, അതേപോലെ തന്നെ IoT ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ഇതൊക്കെ, അതായത് ലൈറ്റും ഫാനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസുകൾ, അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്ത് ഡിവൈസുകളെയും സ്കാൻ ചെയ്ത് അതിൻ്റെ എന്ത് ഡിവൈസാണ്, അതിൻ്റെ ഇതെന്താണ്, അതായത് ലോഡ് ചെയ്തിരിക്കുന്ന OS എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതാണ് എൻമാപ്പ് എന്ന ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻമാപ്പ് ശരിക്കും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ല, അതൊരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. നമുക്കൊരു ടെർമിനൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ ആദ്യം എൻമാപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എൻമാപ്പ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കാളി ലിനക്സ് ഓപ്പൺ ചെയ്യുകയാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാളി ലിനക്സ് ഓപ്പണായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടോപ്പിക്കും കൂടി പറയുകയാണിപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ IP അഡ്രസ്സ് വെച്ചിട്ടാണ് സ്കാൻ ചെയ്യുക. എന്താണ് IP അഡ്രസ്സ്? IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളുടെ വീടിനൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സുകൾ നമ്മൾ ഓരോ വീടിനും ഓരോ അഡ്രസ്സ് ആയിരിക്കും. ആ ഓരോ അഡ്രസ്സിനാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ 168.198.168.132.132 ഇത് ആ വൈഫൈക്ക് അത് 3 കാര്യങ്ങളും എല്ലാ മെഷീൻസിനും കോമൺ ആയിരിക്കും. അതിൻ്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് മാത്രമേ മാറത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു കോളനി എടുത്താൽ ആ കോളനിയിലുള്ള എല്ലാ വീട്ടിനും ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ സെയിം ആയിരിക്കും. പിന്നെ വരുന്ന നമ്പർ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ. അതായത് വീട്ടു നമ്പർ മാത്രമേ വ്യത്യാസപ്പെടുള്ളൂ. അതേപോലെ തന്നെയാണ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നത്. അതിന് ഒരു വ്യത്യാസമുള്ളത് 255 വരെ മാക്സിമം അതിന് പറ്റുള്ളൂ സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ കാളി ലിനക്സ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം അടിക്കുന്നത് കാളി തന്നെയാണ് യൂസർ നെയിമും പാസ്വേഡ്. ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ ഞാൻ വേറൊരു ടൂളും കൂടി ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രോക്സി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് യൂസ് ചെയ്യുന്ന ടൂളാണ് ബർപ്സ്യൂട്ട് എന്ന് പറയും. അത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബർപ്സ്യൂട്ടിനെ കുറിച്ചൊരു വീഡിയോ ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പറയാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് ബർപ്സ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SQL ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബർപ്സ്യൂട്ട്. ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ബർപ്സ്യൂട്ട് ഒന്ന് ഓപ്പൺ ആക്കി വയ്ക്കണം. കാരണം എന്നാലേ എൻ്റെ സിസ്റ്റത്തിൽ വൈഫൈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് പ്രോക്സി കണക്ഷനാണ്. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ചാപ്റ്റർ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ബർപ്സ്യൂട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് മിനിമൈസ് ചെയ്ത് ഇടാണ്. മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഇതൊന്നും ഞാൻ വലുതാക്കിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എൻമാപ്പിൻ്റെ വെർഷൻ ഒന്ന് ഇരിക്കാം. എൻമാപ്പ് -- വെർഷൻ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിനക്സ് കമാൻഡ്സ് ആണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ പറയാനുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. അപ്പോൾ വെർഷൻ 7.95 എന്ന് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എൻമാപ്പ് -SN ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇഫ് കോൺഫിഗ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്പെല്ലിംഗ് തെറ്റി കൊണ്ടാണ് കോൺഫിഗ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തെറ്റി IP ഓക്കെ. ഇഫ് കോൺഫിഗ് ഇതിൻ്റെ IP അഡ്രസ്സ് 192.160.43.205 ആണ്. ഈ IP അഡ്രസ്സ് തുടങ്ങി ഈ IP അഡ്രസ്സ് -SN എന്തിനടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 3 കാര്യങ്ങൾ കോമൺ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. .1 തുടങ്ങി 255 വരെ, മാക്സിമം 255 വരെ പോകുള്ളൂ.
255 വരെ സ്കാൻ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്കാൻ ചെയ്ത് വന്നു. 3 ഹോസ്റ്റ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഫസ്റ്റത്തെ മെഷീൻ, അതിൻ്റെ മാക് അഡ്രസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെഷീൻ അതിൻ്റെ ഹോസ്റ്റ് സബ് മാക് അഡ്രസ്സ് ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെഷീൻ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മളുടെ വിൻഡോസ് ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീൻ, അതിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാളി മീനസിൻ്റെ. ഇത് മൂന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 43. ഹോസ്റ്റ് സബ് ഓക്കെ 43.1 3 ഹോസ്റ്റ് 43.1 എന്ന് പറഞ്ഞ IP അഡ്രസ്സ് ഏതിൻ്റെ ആണെന്ന് നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി കോപ്പി ചെയ്തു. nmap -O 192.168.43.1 സ്കാൻ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ആൻഡ്രോയിഡ്, അതായത് എൻ്റെ ഫോണാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ 5.7 ആണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫൈൻഡ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ മാക് അഡ്രസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മാക് അഡ്രസ് യൂസ് ചെയ്തിട്ട് ഇത് ഏത് ആള് നിർമ്മിച്ച ഫോണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തു. മാക് അഡ്രസ് ഒന്ന് കോപ്പി ചെയ്തെടുത്തു. ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പണായി പറഞ്ഞാലും ഒന്ന് വെയിറ്റ് ചെയ്യണം, 2 മിനിറ്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, ചോദിച്ചോളൂ. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതിലൊന്നും യാതൊരു വിഷയമില്ലാത്ത ആളാണ്. ഇത് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഗൂഗിള്. നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് കുറഞ്ഞുകൊണ്ടായിരിക്കും. ഓപ്പണായി വന്നിട്ടുണ്ട്. മാക് അഡ്രസ് ലുക്കപ്പ് എന്നൊരു സൈറ്റ് ഉണ്ട്. നെറ്റ്വർക്ക് സ്പീഡാണെങ്കിൽ ഇതിലൊക്കെ നല്ല സ്പീഡിൽ വരും. എൻ്റെ നെറ്റ്വർക്ക് ഇത്തിരി സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ടൈം എടുക്കുന്നതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇത് നമുക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഉണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് ഇത് ലോഡായി വരുന്നതാണ്. അപ്പം എന്തായാലും അത് പറഞ്ഞുതരാം, അതൊന്ന് ലോഡായിക്കോട്ടെ. ഡിവൈസ് ടൈപ്പ് ഫോണാണ്, ഗൂഗിൾ ആൻഡ്രോയിഡ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓടുന്നത്. OS 5 to 10 ആണ്, ലിനക്സ് 3.4 to 3.18 ആണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ്ട് ഇതിൻ്റെ മാക് അഡ്രസ്സും പറഞ്ഞിട്ടുണ്ട്. അത് ലോഡാവുന്നില്ല. ഓക്കെ, അത് ആ ടോപ്പിക്ക് നമുക്ക് പിന്നീട് പറയാം. നമുക്ക് നേരത്തെ സ്കാൻ ചെയ്ത ഒരു IP അഡ്രസ്സിൻ്റെയും കൂടി 205, അതിൻ്റെയും കൂടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുന്നത് 192.168.43.1
205. OS detection performed Kali Linux ആണ്. അത് Kali Linux ആണെന്ന് ചെയ്തിട്ടുണ്ട്. 1000 ക്ലോസ്ഡ് പോർട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാക് അഡ്രസ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര പറഞ്ഞാൽ പറ്റിയോ അത്ര ഹൈ കോൺഫിഗേർഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒന്നും കൂടി കാണിക്കാം. 43.1 ഏതോ വയസ്സാണെന്ന് കൂടി നോക്കുകയാണ്. ആൻഡ്രോയിഡ് ആണെന്ന് കണ്ടുപിടിച്ചു. മറ്റേ ലോഡായിട്ടുണ്ടോ നോക്കട്ടെ. ലോഡായിട്ടുണ്ട്. മാക് അഡ്രസ്സ് കൂടി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ തീരും. അടുത്ത ലെസൺസിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. കുറച്ച് സ്പീഡായിട്ടുണ്ടോ എന്നെനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡ് കുറയ്ക്കാൻ പറയണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അത് ലോഡാവട്ടെ. അപ്പോൾ ഇത്രയും മനസ്സിലാവാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, മാക് അഡ്രസ് ലുക്കപ്പ്. മാക് അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് മാക് അഡ്രസ്സ് ഏതാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രേ ഉള്ളൂ. ഓരോ ഡിവൈസിനും ഡിഫറെൻറ്റ് മാക് അഡ്രസ്സുകളായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ആരാണ് ഹാക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മാക് അഡ്രസ്സിന് ഹാക്കേഴ്സ് വേറൊരു ടൂൾ കൊണ്ട് യൂസ് ചെയ്യും. മാക് അഡ്രസ് മാസ്കിങ് എന്ന് പറയും. അത് നമ്മുടെ മാക് അഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും പണ്ട് ഉപയോഗിച്ചിരുന്ന മാക് അഡ്രസ്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാക് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് മാക് അഡ്രസ്സ് മാസ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാക് അഡ്രസ്സിൻ്റെ ലോക്കപ്പ് നോക്കിയത്. അപ്പോൾ താങ്ക് യു.